ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ഓഫീസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ വീക്ക് എനിക്ക് ഓഫീസിൽ പോകണം. അപ്പം നമ്മൾ കുറേ ആയല്ലോ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ഓഫീസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, വ്ളോഗിലേക്ക് സ്വാഗതം. ഓക്കെ, ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഐഷു. ഞങ്ങൾ ഒരേ പോസ്റ്റിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരേ ഹോസ്റ്റലിലാണ്, ഒരേ റൂമിലാണ്. അപ്പോൾ ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറാറായി. നമുക്ക് കയറിയിട്ട് കാണിക്കാം. ഫേസ് 2 ജ്യോതിർമയ ബിൽഡിങ്ങിൽ 9th ഫ്ലോറിലാണ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി 2 ഷിഫ്റ്റാണ്, മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും. അപ്പോൾ എനിക്ക് ഈ വീക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്. മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്യാറുണ്ട്. ഇന്ന് ഇച്ചിരി ലേറ്റായി, 8:30 ആയി. എന്തായാലും ഒരു 9 ആവുന്നതിന് മുമ്പേ ഞാൻ ജോയിൻ ചെയ്യും. 8:30 hours നമുക്ക് ടൈം വരുന്നത്. രാവിലെ ഈ ടൈമിൽ നമ്മളും പിന്നെ ഓപ്സ് ടീമും കാണും. അതുകൊണ്ട് ഓഫീസ് ഇങ്ങനെ എംപ്റ്റി ആയിട്ട് കാണുന്നത്. ഒരു 9:30 എല്ലാവരും ജോയിൻ ചെയ്യാറുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഈ വ്യൂ നോക്കി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓഫീസിന് ചുറ്റുമുള്ള ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പോരെ നമ്മൾ രാവിലെ കയറുന്നത് കൊണ്ട് ആ ഒരു കോടയും മഞ്ഞും ഒക്കെ മാറി വരുന്ന ടൈമായിരിക്കും. അപ്പോൾ അത് കണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം, ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 7 ഫ്രൈഡേ ആണ്. അപ്പോൾ നാളെ വുമൻസ് ഡേ ആണ്. നാളെ നമുക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ലാപ്ടോപ്പ് തുറക്കുമ്പോഴേ ആ വുമൻസ് ഡേയുടെ വിഷൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അത് കഴിയുമ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. തലേന്നത്തെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ ആദ്യമേ തീർക്കും. അത് കഴിഞ്ഞിട്ട് ആ ദിവസത്തെ വർക്ക് തീർക്കും. അങ്ങനെ ഒരു ഉച്ച വരെ അങ്ങനെയാണ് പോവാറ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. ഞാനും യേശു ഏകദേശം അടുത്തടുത്താണ് ഇരിക്കാറ്. അത് കഴിഞ്ഞപ്പോൾ ഉച്ച ആയപ്പോഴത്തേനും ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങി. താഴെ ക്യാൻറ്റീനുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് എടുത്തില്ല ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ ഇന്ന് താഴെ ക്യാൻറ്റീനിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വെള്ളിയാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ് ക്യാൻറ്റീനിൽ. ഇന്ന് എന്താണോ അത്രയും തിരക്കില്ല. ഞാൻ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്, അത് വേറെ കാര്യം. ഇനി അതാണോ എന്നറിയത്തില്ല. എന്തായാലും വലിയ തിരക്കുണ്ടായില്ല. ഞാനപ്പോൾ ഇന്ന് ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു. ചോറ് കഴിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയത്. താഴെ ചെന്നപ്പോൾ ഒരു ബിരിയാണിയുടെയൊക്കെ ഒരു സ്മെല്ലടിച്ചപ്പോൾ എന്നാൽ ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച്. 2 ഹാഫും കിട്ടും, നമുക്ക് ഫുള്ളും കിട്ടും. ഞാൻ ഹാഫാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യാറ്. കാരണം ഹാഫ് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് വർക്കിലേക്ക് കയറി. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വുമൻസ് ഡേയുടെ ഒരു സെക്ഷനുണ്ട്. സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്ന് ഒരു മാം വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ആ സെക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ വർക്കെല്ലാം നേരത്തെ അങ്ങ് പെൻഡിങ് വർക്കുകളെല്ലാം തീർത്ത് വെച്ചേക്കാമെന്ന് ഓർത്തു. ഉച്ച കഴിഞ്ഞ് സെക്ഷന് പോകണമല്ലോ. നമുക്ക് നേരത്തെ ഓൾറെഡി മെയിലും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേനും സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ന്യൂട്രീഷൻ റിലേറ്റഡ് സെക്ഷനായിരുന്നു. വുമൻസിൻ്റെ ഹെൽത്തൊക്കെ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു സെക്ഷനായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. മാം പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഞാൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോയില്ല, അതൊരു മോശമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ എടുത്തില്ല. അപ്പോൾ സെക്ഷൻ കഴിഞ്ഞപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ മാമിന് കൊടുത്തായിരുന്നു. നല്ലൊരു സെഷനായിരുന്നു. കഴിഞ്ഞപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി. താഴെ ടീ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഷോപ്പുണ്ട്, ഒരു സ്നാക്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പ്. അപ്പോൾ അവിടെ പോയി നമ്മളൊരു തണ്ണിമത്തൻ ജ്യൂസും ഞാനൊരു ക്രീം ബണ്ണും കഴിച്ചു. കുറേ നാളായി ക്രീം ബണ്ണ് കഴിച്ചിട്ട്. അപ്പോൾ ക്രീം ബണ്ണും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു. ഒരു ചെറിയ വ്ളോഗായിരുന്നു, ഓഫീസ് വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ബൈ.